അടുത്ത കാലത്തായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചില പരാമർശങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട EP ജയരാജൻ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയ ഒരു പരാമർശവും ഏറെ പ്രസക്തമാണ്. EP ജയരാജന് ഉൾപ്പെടെ സീറ്റ് നിഷേധിച്ച കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ EP പറഞ്ഞത് പ്രായമായില്ലേ, ഇനി കുറേയൊക്കെ മാറി നിൽക്കാം എന്ന മട്ടിലാണ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, അപ്പോൾ പിണറായി വിജയൻ സഖാവിനേക്കാൾ സീനിയർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ EP പറഞ്ഞ മറുപടി വളരെ അർത്ഥവത്തായിരുന്നു. അദ്ദേഹം മഹാനാണ്, അദ്ദേഹത്തിനുള്ള കഴിവുകൾ ഒന്നും ഞങ്ങൾക്കാർക്കുമില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഇതായിരുന്നു EPയുടെ അന്നത്തെ വെളിപ്പെടുത്തൽ. യഥാർത്ഥത്തിൽ 2-3 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് EP നടത്തിയ ആ പരാമർശത്തിൽ തന്നെ പിണറായിയുമായുള്ള അകൽച്ചയുടെ സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ പ്രസക്തമായി ചർച്ച ചെയ്യപ്പെടുന്നത് പാപി ശിവനോടൊപ്പം നടന്നാൽ ശിവനും പാപിയായി മാറും എന്ന പിണറായിയുടെ സൂക്തമാണ്. EP ജയരാജൻ BJP നേതാവ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം പാർലമെന്റ് വോട്ടെടുപ്പ് ദിവസം EP തന്നെ വെളിപ്പെടുത്തിയപ്പോഴായിരുന്നു ശിവനുമായി പാപിയെ പരാമർശിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഇടനിലക്കാരൻ നന്ദകുമാറുമായിട്ടുള്ള ബന്ധമാണ് EPI ജാവേദ്കറുടെ കൂടിക്കാഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചത് എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞത് പാപി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് നന്ദകുമാറിനെ ആവാം. അപ്പോൾ പാപിയോടൊപ്പം ചേർന്നാൽ പരമശിവനും പാപിയായി മാറും എന്നാണ് പറഞ്ഞത്. ആ പറച്ചിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോഴാകട്ടെ CPM നേതൃത്വവും LDF കൺവീനർ സ്ഥാനത്തു നിന്നും കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി പോലും വാങ്ങാതെ പുറത്താക്കുകയും പകരം TP രാമകൃഷ്ണനെ LDF കൺവീനറായി നിയോഗിക്കുകയും ചെയ്തു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഗുരുതരമായ ആരോപണം തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറിൻ്റെ വിവാദ പ്രസ്താവന, UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ്റെ ആരോപണം എല്ലാം പുറത്തു വരുന്നത്. തൃശ്ശൂർ പൂരം കലക്കിയത് ഇപ്പോൾ വിവാദ മുനയിൽ നിൽക്കുന്ന ADGP MR അജിത് കുമാർ ആയിരുന്നു. അജിത് കുമാർ മെയ് 23, 20, 22 തീയതികളിൽ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ ക്യാമ്പ് ചെയ്തിരുന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പൂരം കലക്കാനിടയാക്കിയ, പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലും മാറ്റിവെക്കാനിടയാക്കിയ അട്ടിമറി നടത്തിയത് MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമാണ്. പോലീസ് നടത്തിയ ലാത്തിചാർജും ക്ഷേത്ര കമ്മിറ്റിക്കാരുമായി ഉണ്ടായ തർക്കവും അതിനെ തുടർന്ന് പൂരത്തിൻ്റെ താളക്രമങ്ങളെല്ലാം മാറ്റിമറിക്കപ്പെട്ടതും ഭക്തജനങ്ങൾ പ്രകോപിതരായതുമെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്നും ആ പ്രശ്നങ്ങൾ പൂരം കലക്കിയ വിഷയമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ആക്കം കൂട്ടിയത് എന്നുമാണ് ഇപ്പോൾ സജീവമായിരിക്കുന്ന ആരോപണം. ADGP MR അജിത് കുമാർ സംഭവ സമയത്ത് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഔദ്യോഗിക കാറ് ഒരു ഹോട്ടലിൽ നിർത്തിയ ശേഷം ഒരു സ്വകാര്യ വാഹനത്തിലാണ്
ഈ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയത് എന്നാണ് ആരോപണം. ഈ ആരോപണം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ആഴ്ചകളാകുന്നു. കാരണം BJP ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നു. അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം മാത്രമാണോ, അതിനു പിന്നിൽ ഒരു അട്ടിമറിയുണ്ടോ? UDF സ്ഥാനാർത്ഥി, സാധാരണ UDFും അതുപോലെ LDFും മാറി മാറി ജയിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ അവർ ഇരുകൂട്ടരും 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും തള്ളപ്പെടുകയും 1ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തതിന് പിന്നിൽ ഒരു അട്ടിമറി സാധ്യത അത് തള്ളിക്കളയാനാവില്ല എന്നാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും മുരളീധരൻ, സുനിൽകുമാർ അടക്കമുള്ള തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളും പറയുന്നത്. എന്തായാലും RSS ബാന്ധവം ആരോപിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് EP ജയരാജനെ പുറത്തേക്ക് ആക്കിയതെങ്കിൽ അതേ ആരോപണത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പും. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും ഈ RSS ജനറൽ സെക്രട്ടറിയുമായി വിവാദ ADGP ഗൂഢാലോചന നടത്തി, രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണം മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ നിഷേധിച്ചിട്ടില്ല. നമ്മുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് ADGPയുടെ ആ ദിവസത്തെ പ്രോഗ്രാം അറിയാൻ കഴിയും. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിഷേധിക്കാനോ മറ്റോ കഴിയും. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മൗനം? EP ജയരാജന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മാസങ്ങൾ വൈകി. അതുപോലെ ഈ വിഷയത്തിലും വൈകിയാണെങ്കിലും സത്യം പുറത്തു വരേണ്ടതുണ്ട്. തൃശ്ശൂർ പോലെ ഒരു നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന സ്ഥലത്തു നിന്നും BJP സ്ഥാനാർത്ഥി ജയിക്കുക, BJP അക്കൗണ്ട് തുറക്കുമെന്ന് തൃശ്ശൂരിൽ 2 വട്ടം വന്നുപോയ പ്രധാനമന്ത്രി മോദി അവിടെ വച്ച് പ്രഖ്യാപിക്കുക, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും തൃശ്ശൂരിൽ ഒരു അട്ടിമറി നടന്നു എന്ന മുരളീധരൻ്റെയും സുനിൽകുമാറിൻ്റെയും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും ആരോപണം ഗൗരവത്തിലെടുക്കേണ്ടി വരും. നാം തുടക്കത്തിൽ പറഞ്ഞത് ഈ പാപിയോടൊപ്പം നടന്നാൽ പരമശിവനും പാപിയായി മാറും എന്ന പിണറായിയുടെ സൂക്തം അദ്ദേഹത്തിന് തന്നെ അറം പറ്റിയിരിക്കുകയാണ്. കാരണം പാപി ആരാണ്? MR അജിത് കുമാറാണോ പാപി? അതേ RSS നേതാക്കളാണോ പാപി? ആരോടൊപ്പം നടന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹവും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്.